PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ ഭരണഘടനയെ സംബന്ധിച്ച് 1, 2, 3 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയാണ്. 1946 ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിക്കുകയും അധികാര കൈമാറ്റത്തിനുള്ള നടപടിക്കായി ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങളായ പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് എത്തുകയും 1946 മാർച്ച് 24 എത്തിയ ക്യാബിനറ്റ് മിഷൻ 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. ആ പ്ലാനോടുകൂടി ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം കൂടുതൽ ശക്തമാവുകയും അതിലൂടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുന്നു. 1946 ഡിസംബർ 6 സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിക്കൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുകയും ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 ചേരുകയും ചെയ്യുന്നു. ശേഷം 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിക്കൊണ്ട് ഒരു സമ്മേളനം നടക്കുന്നു. അതിൽ ചെയർമാനായി ഡോക്ടർ B.R. അംബേദ്കറും നിയമ ഉപദേഷ്ടാവായി B.N. റാവുവും നിയമിതനാകുന്നു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയം ഭരണഘടനയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി. അതാണ് പിന്നീട് ആമുഖമായി മാറിയത്. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിയമനിർമ്മാണ സമിതി നിലവിൽ വരികയും 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്ത് ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്യുന്നു. ശേഷം 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അനുമതി ലഭിച്ചു. ഭരണഘടനയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചു. ഈ നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായും ദേശീയ നിയമദിനമായും ആചരിക്കുന്നു. ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേയൊരു തീയതി നവംബർ 26 1950 ജനുവരി 24 ഭരണഘടനയിൽ അംഗങ്ങൾ ഒപ്പുവെക്കുകയും 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരികയും ചെയ്യുന്നു. അതോടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായി മാറുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. എന്നാൽ വിഭജനത്തിനു ശേഷം ഇത് 299 ചുരുങ്ങി. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ 17 പേരും വിഭജനത്തിനു ശേഷം 15 പേരുമായി. ഇതിൽ മലയാളികളായ 3 വനിതകളും ഉണ്ടായിരുന്നു. മലയാളി അംഗങ്ങൾ വനിതകൾ ഉൾപ്പെടെ 17 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായി മാറി. നിലവിൽ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ ഭരണഘടന പരമാധികാരം നൽകുന്നത് ജനങ്ങൾക്കാണ്.